പിന്നെ ചേട്ടൻ്റെ ലൈഫിൽ ഇപ്പം ഇത്രയും ജീവിതാനുഭവങ്ങളുടെ ഇടയിൽ പഠിച്ചൊരു പാഠം എന്തായിരിക്കും? ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠം? അതെല്ലാവരും പറയുന്നതല്ലേ, ഇപ്പം നമ്മളെല്ലാവരും പറയുന്ന പാഠം തന്നെ, ആരെയും വിശ്വസിക്കരുതെന്ന് എല്ലാവരും പറഞ്ഞൊരു പാഠമല്ലേ. ഞാനായിട്ട് ഞാൻ തന്നെ മുടക്കാനാ. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലങ്ങളായി എല്ലാവരുടെയും ഒരു ചോദ്യമായിരുന്നു, എവിടെ പോയി സുനിച്ചൻ, എവിടെ പോയി സുനിച്ചൻ എന്നുള്ളത്. കാരണം മഞ്ജു പത്രോസ് എന്ന് പറയുന്ന ആക്ട്രസിനെ എപ്പോഴും കേൾക്കുന്നതാണ് സുനിച്ചൻ 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 എന്ന് പറയുന്നത്. അങ്ങനെ കേട്ട് 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 നമ്മൾ ജനങ്ങളെ മനസ്സിലും സുനിച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറച്ച് ദിവസങ്ങളായി സുനിച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. നമുക്ക് അതിനെക്കുറിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും അറിയില്ല, പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല. എന്നാൽ അവസാനം കാത്തിരുന്ന് മെയിൻ സ്ട്രീം ഓൺലൈൻ എന്ന് പറയുന്ന ചാനലിൽ സുനിച്ചൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിരിക്കുകയാണ്. മഞ്ജു പത്രോസിൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരു ഇൻ്റർവ്യൂ ആയിട്ടും അതല്ലാണ്ട് കുറേ പോഡ്കാസ്റ്റ് ചാനലിലും. കാണുന്ന എല്ലാ വ്യക്തിയെ സംബന്ധിച്ചും ഇതൊരു ഇൻസ്പയറിംഗ് ആണ്, ഒരു മോട്ടിവേഷനാണ്. വുമൺ എംപവർമെൻറ്റ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, എങ്ങനെ നമുക്ക് ഡെവലപ്പ് ആവാം, എങ്ങനെ നമുക്ക് ചേഞ്ചസ് വരാം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഓരോ വ്യക്തിയെയും പഠിപ്പിക്കുന്നത് അല്ലെ മാറ്റുന്ന ചിന്തിപ്പിക്കുന്ന ഒരു സാധനം തന്നെയാണ്. ഇപ്പം ഞാൻ മഞ്ജു പത്രോസിൻ്റെ ഒരു ഫുൾ ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ 1 കോടി എന്ന് പറഞ്ഞിട്ടുള്ള. അത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല റീച്ച് പോയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അതിൽ വളരെ ക്ലിയറായിട്ട് വളരെ വ്യക്തമായിട്ട് തൻ്റെ ലൈഫിൽ കൂടെ കടന്നു പോയ പല കാര്യങ്ങളും മഞ്ജു പത്രോസ് നല്ല മനോഹരമായിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച് കല്യാണം എന്ന് പറയുന്നത് എത്രത്തോളം അവൾ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചുള്ള ഒരു സാധനമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് അവൾ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് അവളൊരു റീച്ചിൽ അല്ലെങ്കിൽ വലിയൊരു നിലയിലെത്തി കുടുംബമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ചെന്ന് കയറുന്ന വീട്ടിൽ ആദ്യത്തെ ദിവസം തന്നെ അറിയാണ് ഏറ്റവും നല്ല മദ്യപിക്കുന്ന, എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ലൊരു കടബാധ്യതയുള്ള സാമ്പത്തിക സ്ഥിതി ഒട്ടുമില്ലാത്തൊരു വ്യക്തിനെയാണ് താൻ വിവാഹം കഴിച്ചതെന്ന്. ഫസ്റ്റ് ഡേ തന്നെ സ്വർണ്ണമെല്ലാം വാങ്ങിക്കൊണ്ട് പോകുന്നു. സ്വർണ്ണമെല്ലാം വാങ്ങിക്കൊണ്ട് പോകുന്നു, അദ്ദേഹത്തിൻ്റെ കടം തീർക്കുന്നു. പിന്നെ അങ്ങോട്ട് ഓരോ ദിവസവും രാവിലെ എണീക്കുന്നത് കടക്കാരുടെ വിളി അല്ലെ കടക്കാരുടെ കോളിംഗ് ബെല്ല് കേട്ടിട്ടാണ്. അങ്ങനെ കടങ്ങളെല്ലാം ഇങ്ങനെ പെരുകുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരവസ്ഥ വരുന്നു, മകൻ വളർന്നു വരുന്നു, ഉത്തരവാദിത്തം ഇല്ലാത്തൊരു ഭർത്താവ്, ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. പിന്നെ പെട്ടെന്നാണ് ഭർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഫ്രെയിമിൽ നിന്ന് പോകുന്നത്. പിന്നെ ഒരു വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന ഒരു ഷോയിൽ വരുന്നു, നമ്മളുടെ മഴവിൽ മനോരമയിൽ. അത്യാവശ്യം നല്ല റീച്ചും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ഷോയാണ്. ഇവർ ഫൈനലിസ്റ്റിൽ വരുന്നു, ഇവരല്ല വിന്നേഴ്സ്. പക്ഷേ ആ ഷോയും ആ പെർഫോമൻസും വഴി ഇവർക്ക് നല്ല റീച്ച് കിട്ടി. അതുവഴി ഇവർ ആക്ട്രസ് ഫീൽഡിലോട്ട് ഇറങ്ങുന്നു. ഈ ഷോ കഴിഞ്ഞതോടുകൂടി സുനിച്ചൻ പെട്ടെന്ന് ഡിസപ്പിയർ ആവുന്നത് മെയിനായിട്ട് പുറത്തോട്ടാണ്. പുറത്തു പോയതോടെ മൂപ്പരുടെ ജീവിതം, മൂപ്പരുടെ ലോകം അങ്ങനത്തെ കാര്യങ്ങളായിട്ട് പോകുന്നു. കുടുംബത്തെയോ കടബാധ്യതയെ കുറിച്ചിട്ടൊന്നും മൂപ്പർക്ക് ഒരു തിരിച്ചറിവുള്ള ഒരു ബോധ്യമില്ല, മൂപ്പര് നോക്കുന്നുമില്ല. അതോടുകൂടി എല്ലാ ഉത്തരവാദിത്വവും എല്ലാ കാര്യങ്ങളും ഇവരുടെ തലയിലാവുന്നു. അപ്പോൾ എന്ത് ചെയ്യാണ്, സ്വന്തം കുടുംബത്തെ നോക്കാൻ വേണ്ടി ആക്ടിങ് പ്രൊഫഷനിലോട്ട് ഇറങ്ങുന്നു. ഇന്ന് അത്യാവശ്യം വളരെ സക്സസ്ഫുൾ ആയിട്ട് എല്ലാ രീതിയിലും കാര്യങ്ങൾ പോകുന്നു. മോന് ബാംഗ്ലൂർ BSc എന്തോ പഠിക്കുക, അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തു. അങ്ങനെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് സുനിച്ചൻ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി വന്നത്. സുനിച്ചൻ്റെ ഇൻ്റർവ്യൂ അറൗണ്ട് 35 മിനിറ്റ് ഉണ്ട്. ഞാൻ കംപ്ലീറ്റ് ഇരുന്ന് കണ്ടു എന്താണ് മൂപ്പര് അഭിപ്രായം. സംഭവം എന്താണെന്ന് വെച്ചാൽ മൂപ്പര് കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു. തൻ്റെ ഇഷ്ടപ്പെട്ട പാഷനുമായിട്ട് പുറത്തിങ്ങനെ പോവുമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. ഇതാണ് ആൾക്ക് പറയാനുള്ളത്. പക്ഷേ എന്താ സംഭവിച്ചത്, എന്താണ് പ്രശ്നം, കടബാധ്യതയെക്കുറിച്ചോ ജീവിതത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ചോ ഒന്നും മൂപ്പർക്ക് എന്ത് ചെയ്യാനില്ല, പറയാനില്ല, എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, ഒന്നുമില്ല. എന്തായാലും നമുക്ക് മഞ്ജു പത്രോസ് എന്ന് പറയുന്ന വ്യക്തി കുറേ ഇൻ്റർവ്യൂസിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ സുനിച്ചൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എങ്ങനെയൊക്കെ ഇനി ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം. അത്രയ്ക്ക് കടവും നമ്മളെല്ലാം വീട്ടിൽ പെണ്ണുങ്ങളെല്ലാം ഇരിക്കാം. അപ്പൊ എനിക്ക് ഇപ്പോഴാണ് കോളിംഗ് ബെല്ല് ഞാൻ ഞെട്ടും. എനിക്ക് ആ വീട്ടിലെ കോളിംഗ് ബെല്ലാണ് ഭയങ്കര വെച്ചായിരുന്നു. സ്ക്രീനിൽ ഉണ്ടായ ഇമോഷണൽ രംഗത്തേക്കാൾ കൂടുതൽ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഓ തീർച്ചയായിട്ടും. അപ്പം നമ്മൾ പറയും ജീവിതത്തിന് എല്ലാ തരം വേണം, അപ്സ് ആൻഡ് ഡൗൺസ് വേണം, നമുക്ക് എല്ലാ തരം സുഖ ദുഃഖങ്ങളൊക്കെ വരണം, സന്തോഷം മാത്രമാണ് ജീവിതം എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. മഞ്ജു ചേച്ചിയുടെ ഒരു POVയിൽ എങ്ങനെയാ ജീവിതം എല്ലാം കൂടി വരുന്നതാണോ ജീവിതമായിട്ട് വിളിക്കാൻ? എല്ലാം കൂടിയൊക്കെ വരും, പക്ഷെ ഇത്രയും അപ്പ് ആൻഡ് ഡൗൺസ് വേണ്ട.
വേണ്ട അല്ലേ? വല്ലാത്ത ഇറക്കമാണ്. വല്ലാത്ത ഇറക്കമാണ്. അവിടെ നിന്ന് പോരാനായിട്ട് എന്താണെന്നറിയാമോ, ഇത്ര ഇറക്കം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോപ്പ് നഷ്ടപ്പെട്ടു പോകും. ഏതെങ്കിലും പോയിന്റിൽ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടോ? എത്ര വട്ടം അയ്യോ, എനിക്കത് ആലോചിക്കാൻ പോലും ഇഷ്ടമല്ല. എനിക്ക് അത് ശരിക്കും ഇപ്പൊ കിട്ടുന്ന നമ്മുടെ പ്രൊഫഷനിൽ നിന്ന്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നതാണോ, അതല്ലെങ്കിൽ റിയൽ ലൈഫിൽ ഇൻഡസ്ട്രിയിലൊന്നും എനിക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലേ. ഇൻഡസ്ട്രിയിലൊക്കെ അതാ ഞാൻ പറയാം, ഭാഗ്യമുള്ള ആളാണെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്പേസിൽ നിന്ന് എനിക്ക് തോന്നുന്ന മാസത്തിൽ 4-5 ദിവസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അത്രയും ദിവസം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യം, അയ്യോ അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്ക് അതായത് ഓർക്കാൻ ഇഷ്ടമല്ലാതെ ഓർക്കാതെ മറന്നുപോയ സാധനങ്ങളൊക്കെ. ഈ 2 ക്ലിപ്പ് ഞാൻ ഇതിൽ വ്യക്തമായി വെച്ചത്, ഒന്ന് ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഷോയിൽ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്. അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിപ്പോഴും കോളിബെല്ല് കേൾക്കുമ്പം എന്നെ നെഞ്ചടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കടക്കാർ വീടിൻ്റെ മുറ്റത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഓർമ്മ. കടം വാങ്ങൽ വളരെ കോമൺ ആണ്. എല്ലാവർക്കും ഭയങ്കര സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല, സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവും. ഞെരുക്കം വരുമ്പോൾ നമ്മൾ പലരുടെ അടുത്തും ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഈ കടബാധ്യതർ വീട്ടിൽ വന്ന് പൈസ ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ എപ്പോഴാണ് എത്തുക എന്ന് വെച്ചാൽ, പൈസ വാങ്ങിയിട്ട് തിരിച്ച് കൊടുക്കാണ്ട് നിൽക്കുമ്പം, അല്ലെ കുറേ തവണ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുമ്പം, വിളിക്കുമ്പോൾ ഫോൺ എടുക്കാണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ എക്സ്ട്രീം എത്തിയാൽ മാത്രമേ ഇവരൊക്കെ വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കൂ എന്നാണ് എൻ്റെ ഒരു തോട്ട്. എന്തൊക്കെയാണെങ്കിലും അതാണ് ഒരു ട്രോമ. രണ്ടാമത്തെ ഒരു ട്രോമ പറഞ്ഞത്, ഞാൻ സിനിമയിൽ ആളുടെ പല ക്യാരക്ടേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ കോമഡി അല്ലെങ്കിൽ കുറച്ച് ഇമോഷണലി ഉള്ള ക്യാരക്ടേഴ്സാണ്. അതിലും വലിയ ഇമോഷനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത് എന്നാണ് ഇവിടെ മഞ്ജു പത്രോസ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ കടന്നു പോയത്, ഞാൻ ഒരിക്കലും ആലോചിക്കാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും, നമ്മളെല്ലാവരുടെ ജീവിതത്തിലും നടന്ന ചില ഇൻസിഡൻസ് നമ്മൾ ഒരിക്കലും ആലോചിക്കാൻ പോലും നമുക്ക് തോന്നില്ല. ആലോചിച്ചാൽ തന്നെ നമ്മൾ മെൻ്റലി ഭയങ്കര വീക്കായി ഡൗണായി നമ്മൾ ആകെ ഡൗൺ ആവുന്ന ഒരു വേഴ്സ് സിറ്റുവേഷനിലോട്ട് പോകുന്നത് നമുക്ക് തന്നെ അറിയാം. അത് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രോമയാണ്. അപ്പം തൻ്റെ ജീവിതം തന്നെ ഒരു ട്രോമയായിരുന്നു, ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആയിരുന്നു എന്ന് ഒരു വ്യക്തി തുറന്നു പറയുന്നുണ്ടെങ്കിൽ എത്രമാത്രം ആ വ്യക്തി അനുഭവിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ കല്യാണത്തിന് മുമ്പ് വരെയുള്ള ഒരു പെൺകുട്ടിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി സേ ഇറ്റ്സ് ആൻ ഹാപ്പി ലൈഫ് എന്നാണ്. കാരണം നമ്മൾ വളരെ പീസ്ഫുള്ളായി നമ്മളുടെ വീട്ടിലെത്തുമ്പോൾ നമ്മളെല്ലാവരും കുട്ടികളാണ്. നമ്മളുടെ ഹാപ്പിനെസ്, നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ, നമ്മുടെ പ്രസൻസ്, നമ്മുടെ ഫുഡ്, നമുക്ക് നമ്മളായി നിൽക്കാൻ പറ്റുന്ന, നമ്മൾ അത്രയും പാമ്പർ ചെയ്ത് ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന പാരൻസും സിബ്ലിങ്സും ഉള്ള ഒരു ലൈഫ്. ആ ഒരു ലൈഫ് നേരെ റിവേഴ്സ് വരുന്ന റെസ്പോൺസിബിലിറ്റി, അണ്ടർസ്റ്റാൻഡിങ്, കെയർ, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വരുന്ന ഒരു ലൈഫാണ് ഒരു മാരീറ്റൽ ലൈഫ് എന്ന് പറയുന്നത്. ആ മാരീറ്റൽ ലൈഫിൽ തുടക്കത്തിലേ ഇങ്ങനെ പ്രശ്നങ്ങളാണെങ്കിൽ അത് ആ വ്യക്തിയെ സംബന്ധിച്ച് എത്ര ബാധിച്ചിട്ടുണ്ടാവും. ആ വെറുതെയല്ല ഭാര്യയിൽ നിന്ന് ആക്ടിങ്ങിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ആളുടെ ജീവിതം ചേഞ്ച് ചെയ്തത്. ആ വെറുതെയല്ല ഭാര്യ എത്തുന്നത് വരെയുള്ള ഫേസിൽ അനുഭവിച്ച കാര്യങ്ങൾ അതങ്ങനെയാണ്. ഇന്ന് ആളുടെ ലൈഫിൽ കുറേ അച്ചീവ് ചെയ്തു, കുറേ മാറ്റങ്ങൾ വന്നു, പോപ്പുലറായി, ഫിനാൻഷ്യലായിട്ട് കുറേ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. ബട്ട് സ്റ്റിൽ ആളെ സംബന്ധിച്ച് അതൊരു ട്രോമയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ആളെ സംബന്ധിച്ച് ഓരോ ഇൻസിഡൻസും ഒരു ട്രോമയാണെങ്കിൽ, നിങ്ങളൊന്ന് സ്വയം എന്ന് ആലോചിച്ച് നോക്കൂ. സ്വയം ജസ്റ്റ് ഒന്ന് ഇരുത്തി ആലോചിച്ച് നോക്കൂ എത്രത്തോളം അത് ആളുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന്. അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ വരാൻ പറ്റിയത് എന്നുള്ളതൊക്കെ സത്യമാണ് കേട്ടോ. പുള്ളി ഉണ്ടായിരുന്നുകൊണ്ടാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിനുശേഷം നമുക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ കഴിവ് വേണമല്ലോ. തീർച്ചയായും നമുക്ക് അഭിനയിക്കാൻ സാധിക്കണ്ടേ. അല്ലാതെ ഒരാളെ കണ്ടിട്ട് എന്നെ വിളിക്കണമെന്ന് ഇല്ലല്ലോ. എന്നെ വിളിച്ചാൽ അഭിനയിക്കും എന്നുള്ളവരല്ലേ എന്നെ അതിലേക്ക് തിരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പോൾ വഴി തുറന്നു തന്നത് ഇതേപോലെ അദ്ദേഹവും കൂടി ആയിരിക്കാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, പുള്ളി സമ്മതിച്ചത് കൊണ്ടല്ലേ വർക്കിനൊക്കെ പോകാൻ സാധിച്ചത്. അപ്പൊ പുള്ളീനെ എവിടെടുത്ത് മെൻഷൻ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. ഓഫ് കോഴ്സ് പുള്ളി സമ്മതിച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, സമ്മതിച്ചില്ല എങ്കിൽ വേറെ എന്ത് വഴി. ഇപ്പൊ രമ്യയോട് ഞാൻ പറയുന്നു, രമ്യ പോവണ്ട, ഈ വർക്കിന് പോകണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ രമ്യക്ക് ജീവിക്കാനുള്ള മറ്റൊരു വഴി തുറന്നു കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ തരണം. അതെ അല്ലേ? അതല്ലാത്ത പക്ഷം എനിക്കത് പറയാനുള്ള അധികാരമില്ല. അപ്പം അത് എല്ലാവരുടെയും നീഡായിരുന്നു. ഞാൻ വർക്കിന് പോവാന്നുള്ളത് എൻ്റെ ഫാമിലിയുടെ നീഡായിരുന്നു. അത് ഒരാളോട് ചെയ്ത ഔദാര്യമൊന്നും ആയിരുന്നില്ല. ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയാണ്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? പറയാണ്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്.
ഞാൻ എപ്പോഴും പറയും, എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കാണെങ്കിലും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ലൈഫിൽ വേണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. പുരുഷന്മാരെന്തായാലും ജോലി ചെയ്യും, അവർ ജോലി ചെയ്യാണ്ട് നിൽക്കുന്നില്ല, ഏതെങ്കിലും സോഴ്സിൽ അവർ ഇൻകം ഏൺ ചെയ്യും. സ്ത്രീകളാണ് പിന്നെയും ഇൻകം ഏണിങ്ങിലോട്ട് കുറച്ച് കുറവുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴത്തെ തലമുറ ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത്, പണ്ടത്തെ തലമുറയിൽ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. കുറച്ചും കൂടെ വീടിൻ്റെ കാര്യവും ഉത്തരവാദിത്വം എന്നാണ്. ഇന്ന് സ്ത്രീകൾ കുറേ സ്വന്തമായിട്ട് ഓൺടർപ്രണേഴ്സ് വരുന്നുണ്ട്, അല്ലാണ്ട് സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോം ആക്കി എടുക്കുന്ന ഒരുപാട് പേരുണ്ട്, അപ്പോൾ ഏണിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. അത് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെയും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും നമ്മുടെ കാഴ്ചപ്പാടിനെയും നമ്മളുടെ ഒരുപാട് കാര്യത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഒരുപാട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ പറയാണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ എല്ലാവരും മഞ്ജു പത്രോസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഫസ്റ്റ് പറയുന്ന ഒരു കാര്യമാണ് വെറുതെ അല്ല ഭാര്യ. വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന ഒരു ഷോയിലോട്ട് എത്താൻ മഞ്ജു പത്രോസിന് എത്തിച്ചത് ഓഫ്കോഴ്സ് സുനിച്ചനാണ്. അപ്പോൾ സുനിച്ചൻ വഴിയല്ല മഞ്ജു നിനക്കൊരു റീച്ച് ഉണ്ടായി എന്നൊരു ചോദ്യമാണ് വരിക. സുനിച്ചൻ വഴിയാണ് ഓഫ്കോഴ്സ്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം മഞ്ജു എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഈ സിനിമയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഭിനയം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ആളുടെ കഴിവാണ്, ആൾക്ക് അതിനോടുള്ള പാഷനാണ്, ആളുടെ ഹാർഡ് വർക്കാണ്. അത് കണ്ടിഷ്ടപ്പെടണം. ഒരു നമുക്ക് എല്ലാവർക്കും ഒരു സ്പേസ് ഇട്ട് തരാൻ പറ്റും. ആ സ്പേസ് കയറി പിടിച്ചുകൊണ്ട് നമ്മളുടെ ബെസ്റ്റ് കാണിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ സ്പേസ് ഇട്ട് തന്നു. ആൻഡ് സെക്കൻഡ് തിങ്, അങ്ങനെ ഒരു സ്പേസ് ഇട്ട് തന്നില്ലെങ്കിൽ എന്നെ നോക്കാനുള്ള ഒരവസ്ഥ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇൻഡയറക്ട്ലി ഇവിടെ പറഞ്ഞു. ഓക്കെ, എനിക്ക് സ്പേസ് തരുന്നില്ല, ഞാനിവിടെ അങ്ങ് ഇരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നമ്മളുടെ ഫാമിലീൻ്റെ കാര്യങ്ങൾ ആര് ചെയ്യും, ആര് നോക്കും എന്നൊരു ചോദ്യം മഞ്ജു ഇവിടെ ചോദിക്കുന്നുണ്ട്. ഭർത്താവ് നന്നായി നോക്കുന്ന ഒരു സാഹചര്യമായിരുന്നെങ്കിൽ മഞ്ജുവിന് ആ പാടുണ്ടായിരുന്നില്ല. കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 30 വയസ്സിൻ്റെ ഉള്ളിൽ, അതിൽ കൂടുതൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. 30 വയസ്സായപ്പോഴേക്ക് വീട്ടിൽ ആൾക്കാർ കയറി വന്ന് പൈസ ചോദിക്കേണ്ട കടബാധ്യതയിലോട്ട് ഈ വ്യക്തി എത്തിയിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കും. എങ്ങനെയായിരിക്കും? എന്തൊക്കെ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും? അതാണ് ഞാൻ പറയുന്നത്. കെട്ടി വന്ന പെണ്ണിൻ്റെ സ്വർണം ആദ്യത്തെ ദിവസം തന്നെ എടുത്ത് വെച്ച് കടം തീർക്കേണ്ട ഒരു ഗതികേടിലോട്ട് ഒരു പുരുഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും കാലം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? ഞാൻ ആളുടെ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് ഞാൻ ഈ മഞ്ജു പത്രോസ് പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് പ്രതീക്ഷയെങ്കിലും എനിക്ക് അവിടെ ഒന്നും ഒരു വിഷയമല്ല, ഒന്നും എന്നെ ബാധിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ലോകവുമായിട്ട് പോകുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇത്രയും നാൾ ആക്ച്വലി ഞാൻ ദുബായിലായിരുന്നു. ഞാൻ എക്കോസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഒരു ടീമുണ്ട് എനിക്ക്. അപ്പോൾ അത് ഞാൻ 2016 സ്റ്റാർട്ട് ചെയ്ത് 2017 സ്റ്റാർട്ട് ചെയ്ത ശേഷം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ പ്രളയം വന്നു. അപ്പം നമ്മൾ പുതിയതായിട്ട് ഓർക്കസ്ട്ര സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. അപ്പം നമുക്കൊക്കെ പ്രോഗ്രാം കുറഞ്ഞ സമയത്ത് ദുബായിൽ ഷാർജയിലുള്ള നമ്മുടെ ഒരു കസിനും ഫ്രണ്ടുമായ ജസ്റ്റിൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി എന്നെ വിളിക്കുന്നു. അങ്ങനെ ഞാനൊരു വിസിറ്റ് മിസ്സൊക്കെ ഞാനിങ്ങനെ കയറി പോയതാണ്. നാട്ടിലായിരുന്നു എക്കോസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? നാട്ടിലായിരുന്നു. 2016 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓണത്തിന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു പ്രളയമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം നമുക്കിവിടെ അപ്പം നമുക്ക് പ്രോഗ്രാം ഇല്ലതായി. അപ്പം മെയിൻ ആയിട്ടുള്ള ഓർക്കസ്ട്രക്കാർക്കൊക്കെ പരിപാടിയായപ്പം ഞാനാകെ ടെൻഷനായിപ്പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ അവിടെ നിന്ന് വന്നത്. അപ്പോൾ അവിടെ ഏതോ കമ്പോസറുകാരൻ എൻ്റെ ഇല്ല, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ 1-2 പരിപാടിക്ക് വായിക്കാൻ വേണ്ടി എന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. നമുക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, സാൻഡി, ബിന്നിൽ. അപ്പം അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ നിന്ന്. അങ്ങനെയാണോ ദുബായിക്ക് പോകുന്നത്? അങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി അവിടെ പോയി നിന്ന് ഒരു 3 മാസം, അവിടെ 3 മാസം വിസിറ്റ് മിസ്സായി. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം അത്യാവശ്യം നമുക്ക് പരിപാടിയൊക്കെ ആയി. അപ്പോൾ അവിടെ നല്ലൊരു കളവായി. ഇപ്പം നല്ല ഈവൻറ്റിൻ്റെ പരിപാടിക്കൊക്കെ നമ്മൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ നിന്നുപോയി. അവിടെ എന്തായിരുന്നു ജോലി? ഇത് തന്നെയാണ് മ്യൂസിക് ഫീൽഡ്, കമ്പോസർ വായിക്കുന്നത്. ഞാൻ റിതം പാഡ്രം വായിക്കുന്നുണ്ട്, റിതം പ്രോഗ്രാമറാണ്. അങ്ങനെ അവിടെ അങ്ങനെ നിന്ന്. എന്നെ ഇവിടെ ഈ മറുപടീനെ ഞാൻ ഒരു കുറ്റം പറയല്ല. എവിടെയായിരുന്നു 10 കൊല്ലം എന്ന് ചോദിച്ച സമയത്ത് 2016 ആയപ്പോൾ പോയി എന്നൊക്കെയാണ് പറയുന്നല്ലേ. 2016 സ്റ്റാർട്ട് ചെയ്യുന്നു പോകുന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ 26 ആകുമ്പോഴേക്ക് 10 കൊല്ലം. എന്തായാലും 10 കൊല്ലമായിട്ട് ഈ സുനിച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയ സ്പേസിൽ നമ്മൾ ഓഫ്കോഴ്സ് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം വഹിച്ചത്, എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഞാൻ ഗൾഫിലായിരുന്നു. ഞാൻ പറയട്ടെ, ആ ചോദ്യത്തിൽ ഒരുപാട് മറുചോദ്യങ്ങൾ ഉള്ളിൽ കിടക്കുന്നുണ്ട്. കാരണം പുള്ളിക്കാരന് വളരെ ക്ലിയർ ആയിട്ട്, സുനിച്ചന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, വെറുതെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചതല്ല സുനിച്ചൻ എന്ന് പറയുന്ന വ്യക്തിനെ. വെറുതെ ഒന്ന് വിളിച്ച് എന്തെങ്കിലും ഒരു 4 ഡയലോഗ് പറയാം എന്നൊരു സാധനമല്ല അവിടെ കൺവേ ചെയ്തത്.
അവിടെ സുനിശ്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും മഞ്ജു പത്രോസ്, ഈവൻ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ള ആൾക്കാർ, ഈവൻ ഞാൻ വരെ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ള വ്യക്തി, എന്താണ് ഇവർക്ക് പറയാനുള്ളത് ഇവരുടെ ലൈഫിനെ കുറിച്ചിട്ട് എന്നൊരു സാധനം കേൾക്കാനാണ് പലരും ഇൻ്റർവ്യൂ കണ്ടത്. പക്ഷേ എന്നാൽ എനിക്കിതൊന്നും അറിയില്ല, ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല, ഇതൊന്നും ഒരു വിഷയമല്ല. ഞാൻ എൻ്റെ ജോലി ബിസിനസ് കാര്യങ്ങളായിട്ട് ഞാൻ പോയി, ഞാൻ അവിടെ എൻ്റെ സെറ്റിലായി കുറേ വർഷത്തോളം. അതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ ട്രൂപ്പ് കാര്യങ്ങളൊക്കെ സെറ്റായപ്പോൾ വന്നു. ഒരു എന്താ പറയുക, ഒന്നെങ്കിൽ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യായിട്ടായിരിക്കാം, മനസ്സിൽ തന്നെ വെക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഇതൊന്നും ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു പ്രയോറിറ്റി ഉണ്ടാവില്ല, ഇതിനൊന്നും മേ ബി ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. ഞാൻ ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ വെറും സാമ്പത്തികം മാത്രമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സാമ്പത്തികം ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവിടെ പ്രശ്നങ്ങൾ വന്നാൽ, അവിടെ വിള്ളലുകൾ വന്നാൽ ഓഫ് കോഴ്സ് അതൊരു വിഷയമാവും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല സാമ്പത്തികം എന്ന് പറയുന്ന ഒരൊറ്റ വിഷയത്തിൻ്റെ പേരിലുണ്ടാവുന്ന ഒരു അകൽച്ചയാവണം എന്നില്ല. സാമ്പത്തികം കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഉത്തരവാദിത്തമില്ലായ്മയും, അങ്ങനെ പല റീസൺസ്, ലൈഫിനെ സീരിയസ് ആയി കാണാത്തതും, ഇങ്ങനെ പല റീസൺസ് ഇതിനൊരു കാരണമാവും. അങ്ങനെ നിന്ന് അപ്പോൾ അങ്ങനെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിപ്പം ഇങ്ങനെ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നു. ഒരു ഹാർട്ടിൻ്റെ ഒരു 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് തിരിച്ചു പോന്നു, നാട്ടിൽ വന്നു. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി. അപ്പോൾ വീണ്ടും നമ്മൾ എക്കോസ് ഒന്ന് പുതുക്കി തീരുമാനിച്ചു, വേറൊരു കുപ്പിലോട്ട് ഒഴിച്ച് നമ്മൾ പുതിയൊരു രീതിയിൽ അങ്ങ് ഇറക്കി. അപ്പൊ എത്ര നാളുണ്ടായിരുന്നു ദുബായിൽ? ദുബായിൽ ഞാനൊരു 5-7 കൊല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഈ ബ്ലോക്ക് വന്നപ്പോഴാണ് ഞാൻ തിരിച്ചു നാട്ടിലേക്ക് പോകുന്നത്. ഞാൻ വന്നത്. വർഷത്തിൽ അവധിക്ക് വരുമായിരുന്നു നാട്ടിൽ. അപ്പോഴൊക്കെ എൻ്റെ ഒരു മനസ്സിൽ ഇതാണ്, നമ്മുടെ ഒരു ഇങ്ങനെ എക്കോസ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നാട്ടിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിച്ച് നിന്ന സമയത്തൊക്കെയാണ്. പിന്നെ അങ്ങനെ ഒരു പ്രോഗ്രാം പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്നൊരു ഭയങ്കര പെയിനൊക്കെ വന്ന് അങ്ങനെ അവിടെ നിന്ന്. അപ്പം ഞാൻ ഡോക്ടറെ പോയി കണ്ടു, സംസാരിച്ച്. അപ്പം ബ്ലോക്കാണ്. അപ്പം ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നു. ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ആക്ച്വലി. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ജയപ്രാശ് ഡോക്ടറെ കാണിക്കുന്നത്. അപ്പൊ ഇനി തിരിച്ച് ദുബായിക്ക് പോകണില്ലാന്ന് തീരുമാനിച്ചോ? ഉടനെ പോകാനുള്ളൊരു മൂഡിലല്ല ഇപ്പം. കാര്യം നമ്മുടെ ഹെൽത്തൊക്കെ പ്രശ്നമാകുമല്ലോ. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം ബാച്ചിലായിട്ടുള്ള ജീവിതമൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് മരുന്നൊക്കെ കഴിച്ച് കറക്റ്റ് പോകണം. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏകദേശം നമുക്ക് ആളുടെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, പണ്ടുള്ള ഒരു ആരോഗ്യസ്ഥിതിയൊന്നും ഇപ്പോൾ പേഴ്സണലി ആ വ്യക്തിയിൽ ഞാൻ കാണുന്നില്ല. കാരണം ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഭയങ്കര ടയേർഡായിട്ട് ഒന്നിനും വയ്യാത്ത പോലെ നിൽക്കുന്നു എന്നാണ് ഞാൻ അതിൽ കണ്ടത്. എല്ലാവർക്കും ചോദിക്കാനുള്ള ചോദ്യം അതായിരുന്നു, എന്താണ് നിങ്ങൾ വേർപിരിഞ്ഞോ? ഇല്ല, ഞങ്ങൾ ഇതുവരെ ഡൈവോഴ്സ് ആയിട്ടില്ല. ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല. ഇല്ല, ബ്ലാക്ക് കിസ് എന്ന് പറഞ്ഞ ചാനൽ മഞ്ജുവും സിമിയും കൂടെ തുടങ്ങിയ ചാനൽ. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ പുറത്തു പോകുന്നത്, ദുബായിക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ്റെ ലൈഫിൽ ഇപ്പം ഇത്രയും ജീവിതാനുഭവങ്ങളുടെ ഇടയിൽ പഠിച്ചൊരു പാഠം എന്തായിരിക്കും? ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠം? അതെല്ലാവരും പറയുന്നതല്ലേ. ഇവരുടെ ബന്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഈവൻ മഞ്ജു പത്രോസ് തന്നെ വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ലീഗലി ഡിവോഴ്സ്ഡ് അല്ല, പക്ഷേ സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ സെപ്പറേറ്റഡ് ആയതുകൊണ്ട് തന്നെ മേ ബി രണ്ടുപേരും അവരുടെ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ അത് ഓവർകം ചെയ്ത് അവർ ഒരുമിച്ച് വരട്ടെ എന്നൊരു കാര്യം തന്നെ നമുക്ക് എപ്പോഴും പറയാനുള്ളൂ. ബട്ട് റെസ്റ്റ് ഈസ് അപ് ടു ദം. അവർ തന്നെ ഡിസൈഡ് ചെയ്യേണ്ട അവരുടെ ഒരു പേഴ്സണൽ കാര്യം തന്നെയാണ്. പക്ഷെ എനിക്ക് ഇവിടെ പേഴ്സണലി ഇത് ഫുള്ള് ഞാൻ ഇനി അങ്ങോട്ട് ഇൻ്റർവ്യൂവിൽ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ വളരെ സ്ട്രൈക്ക് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മെയിൻ സ്ട്രീം ഓൺലൈൻ എന്ന് പറയുന്ന ചാനലിൽ പോയിട്ട് കാണാൻ പറ്റും. ഞാൻ ഈ ഒരു വീഡിയോ മെയിനായിട്ട് എടുത്തത്, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ലൈഫിൽ നമുക്ക് കുറേ റോൾസ് ഉണ്ട്, നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഫാദർ എന്ന് പറയുന്ന ഒരു റോളിൽ ഉപരി ഫാദർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടാവുന്ന ഒരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒരു റോൾ ഫാദറായി അവിടെ നിൽക്കുന്നതിനേക്കാളും നല്ല ഒരു റെസ്പോൺസിബിൾ ഫാദറായി നിൽക്കുമ്പോഴാണ് ഫാദർ എന്ന് പറയുന്നൊരു പേര് വരുന്നത്. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് എന്ന നിലയിലുണ്ടാവുന്ന ചില റെസ്പോൺസിബിലിറ്റീസും, അല്ലെങ്കിൽ എന്താ പറയുക, ഹസ്ബൻഡിൻ്റെ കുറേ റോൾസിലും എവിടെയോ എന്തൊക്കെയോ കാരണത്താൽ വന്ന ഒരു ഡിസ്റ്റൻസുകളോ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവില്ലായ്മയോ ആണ് ഒരു ജീവിതം ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടാവും. അപ്പം എനിക്ക് പറയാനുള്ളത്, ബി മെച്യൂർ ഇനഫ് ടു ഹാൻഡിൽ ഓർ ടു ഗോ ഫോർ എ മാരേജ്. ഇതൊരു പ്രായമായി ഞാൻ നേരെ പോയ ഒരാളെ കല്യാണം കഴിക്കട്ടെ എന്നൊരു സാധനമല്ല. നമ്മൾ അതിനുള്ള ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക. ഓക്കെ, അപ്പം അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമി അൺഫിൽറ്റർ.